ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ട്രക്ചറാണ്. ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്ലസ് V1 ഫോം. ഒരു കാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ. ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്ലസ് V1 ഫോം. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ വളരെയധികം വിഷമമാണ്. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്, ഒരു കാര്യം ചെയ്യാൻ വളരെ വിഷമമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ട്രക്ചറാണിത്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ നമുക്ക് 4 രൂപത്തിലേക്ക്, അതായത് നോർമൽ സെൻറ്റൻസ്, അതിൻ്റെ നെഗറ്റീവ്, പിന്നെ അതിൻ്റെ ഇൻട്രോഗേറ്റീവ്, ക്വസ്റ്റ്യൻസ്, പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ 4 രൂപത്തിലേക്ക് മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ലെസൺ. ഈ പാഠം മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഹി ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഹി ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. They find it difficult to complete the work on time. അവർക്ക് ജോലി സമയത്ത് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. We find it difficult to travel during the rainy season. മഴക്കാലത്ത് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. I find it difficult to remember names. പേരുകൾ ഓർക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. She finds it difficult to concentrate on her studies. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടാണ്. He finds it difficult to control his anger. അവന് അവൻ്റെ കോപം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. Students find it difficult to solve this problem. ഈ പ്രശ്നം പരിഹരിക്കാൻ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വളരെ പ്രയാസമാണ്. ഓൾഡർ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു യൂസ് ന്യൂ ടെക്നോളജി. മുതിർന്നവർക്ക് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ 4 രൂപങ്ങൾ നോക്കാം. ഷീ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി എന്നൊരു സെൻറ്റൻസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4 രൂപങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ്, നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എല്ലാം നോക്കാം. അതിൻ്റെ നെഗറ്റീവ് രൂപം, ഷീ ഡസ് നോട്ട് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി. അവൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ചോദ്യരൂപം, ഡസ് ഷീ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി. അവൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ വിഷമമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യരൂപത്തിൻ്റെ നെഗറ്റീവ് രൂപം, ഡസൻറ്റ് ഷീ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി. രാവിലെ എഴുന്നേൽക്കാൻ അവൾ പ്രയാസപ്പെടാറില്ലേ എന്നാണ് ചോദ്യം, ഇതിൻ്റെ അർത്ഥം. അതായത് ആ സെൻറ്റൻസുകളെല്ലാം വരുന്നത് ഇങ്ങനെയാണ്. ഷീ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി. ഷീ ഡസൻറ്റ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി. ഡസ് ഷീ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി. ഡസൻറ്റ് ഷീ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്കപ്പ് ഏർലി. ഓക്കെ, അതായത് ആ സെൻറ്റൻസുകളെല്ലാം ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. താങ്ക് യു.